വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 1 42 തിരുവചനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? അമ്മേ മാതാവേ, എലിസബത്ത് അമ്മയെ പ്രഘോഷിക്കുകയാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മയാണല്ലോ അങ്ങ്. ഭൂമിയിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ വലിയ മഹത്വീകരണമാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ. അതെ, അങ്ങ് ദൈവമാതാവാണ്, അങ്ങ് രാജകന്യകയാണ്, അങ്ങ് അധികാരമുള്ളവളാണ്, അങ്ങ് അനുഗ്രഹത്തിന്റെ അമ്മയാണ്, അങ്ങ് അഭിഷേകത്തിന്റെ മാതാവാണ്. അമ്മേ, അമ്മയുടെ മക്കളായ ഞങ്ങളെ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ അമ്മയുടെ രാജകീയ അധികാരത്തിന് കീഴിൽ വിധേയപ്പെടുന്ന ഞങ്ങളെ ചേർത്ത് പിടിക്കണേ. രാജപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, അമ്മ ഞങ്ങളുടെ മാതാവാ. മാതാവേ, മാതാവേ, ദൈവമാതാവേ. മാതാവേ, മാതാവേ, ദൈവമാതാവേ, ഓ പരിശുദ്ധ മാതാവേ, അഭയം നീ, തുണയും നീ, പാപികൾ ഞങ്ങൾ എന്നും. അമ്മേ മാതാവേ, പാപികളായി ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെക്കുമ്പോൾ അമ്മയാണ് ഞങ്ങളുടെ ആശ്രയം, അമ്മയാണ് ഞങ്ങളുടെ അഭയം. മാതാവേ, മാതാവേ, ദൈവമാതാവേ, അഭയം നീ, തുണയും നീ, പാപികൾ ഞങ്ങൾക്കെന്നും. നിന്മക്കൾ കേഴുന്നിതാ, ദിവ്യകാരുണ്യനാഥനോട്, ദൈവമാതാവേ, ദൈവമാതാവേ, പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മറിയമേ, അമ്മയുടെ സന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരാലംബരായ മക്കളെ ഓരോരുത്തരെയും അമ്മ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ലോക ചരിത്രം നോക്കുമ്പോ അമ്മേ മാതാവേ, അമ്മ എത്രയോ പേരെയാ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്, എത്രയോ വ്യക്തികളെ, എത്രയോ കുടുംബങ്ങളെ
അമ്മേ, കണ്ണീർ കയ്യത്തിൽ നിന്ന് അമ്മ കരം പിടിച്ചുയർത്തിയിട്ടുണ്ട്. മക്കളുടെ കണ്ണു നിറയുമ്പോ അമ്മയുടെ ഹൃദയത്തിന്റെ താളം മാറുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അമ്മേ, സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് മാതൃവാത്സല്യം കൊണ്ട് പൊതിഞ്ഞ് തിന്മ കയറി നശിപ്പിക്കാതെ സംരക്ഷണം നൽകി ദൈവപുത്രനോട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവളാണല്ലോ അമ്മ. കണ്ണീരും സങ്കടവുമായി കഴിയുന്ന ആരെങ്കിലുമൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെക്കുക. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി രാജസന്നിധിയിൽ ഇരുന്നു കൊണ്ട് രാജകന്യകയായ മറിയമേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകട്ടെ. അമ്മയുടെ അധികാരത്താൽ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാണുന്നില്ലേ കണ്ണീരോടെ സന്നിധി ചേരും മക്കളെ നീ. അമ്മേ, അമ്മ കാണുന്നില്ലേ? സന്നിധി ചേരും മക്കളെ നീ. അറിയുന്ന മക്കളെ കാണുന്ന അമ്മേ, കൈവഴിയല്ലേ ആരെയുമമ്മേ, നിൻതണൽ തേടി വരുന്നവരെ. അമ്മേ, ഞങ്ങളെ കൈവിടല്ലേ. ദിവ്യകാരുണ്യനാഥനോ, ദൈവമാതാവേ, പ്രാർത്ഥിക്കണേ. പാദാന്തികെ വന്നിതാ, ഇന്ന് നിൻ മക്കൾ ദിവ്യകാരുണ്യനാഥനോ, ഓ അമ്മേ, പരിശുദ്ധ കന്യകയെ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് ഈ ലോക ജനതയെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരുതലുള്ള കരം നീട്ടി സകലരെയും അമ്മ ചേർത്ത് പിടിക്കണമേ. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവപിതാവിന്റെ ഇഷ്ടത്തെ ശിരസാവഹിച്ചുകൊണ്ട് ലോക ജനതയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കന്യകയായ മറിയമേ, അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങൾ തിരിച്ചറിയുക. ഈ രാത്രിയുടെ മണിക്കൂറിൽ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്കാ സുവിശേഷം അധ്യായം 11:27 തിരുവചനം. വചനം എങ്ങനെ പഠിപ്പിക്കുന്നു? അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അമ്മേ മാതാവേ, അമ്മക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ അടുത്തൊരു മഹത്വീകരണമാണത്. ഞങ്ങളുടെ എല്ലാം പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒരമ്മ ജനക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുകയാ, യേശുവിനെ കണ്ടുകൊണ്ട് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അമ്മേ മാതാവേ, ഇതിൽ കൂടുതൽ ഈ ലോകത്തിന് എന്താ
നിന്നെ മഹത്വപ്പെടുത്താനുള്ളത്. ഭൂമിയിലും നീ മഹത്വപ്പെട്ടു, സ്വർഗത്തിലും നീ മഹത്വപ്പെട്ടു. നീ ഭൂമിയുടെ രാജ്ഞിയാണ്, നീ സ്വർഗത്തിൻ്റെയും രാജ്ഞിയാണ്. നീ അധികാരമുള്ളവളാണ്, നീ രാജകന്യകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ രാജകീയ അധികാരത്തോട്, അമ്മയുടെ പുത്രന്റെ രാജകീയ അധികാരത്തോട് ഞങ്ങളെല്ലാവരും ചേർത്ത് വിധേയത്വത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മേ, പാപികളായി ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം നൽകി കാത്തു പരിപാലിക്കണമേ. പുത്രന്റെ മുമ്പിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്ക് യാചിച്ചു തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കനിവിൻ കടലേ രാജകന്യകയേ, കഥന തോണിയിൽ അലഞ്ഞിടുന്നോർ ഞങ്ങൾ. കനിവിൻ കടലേ രാജകന്യകയേ, കഥനത്തോണിയിൽ അലഞ്ഞിടുന്നോർ ഞങ്ങൾ. കണ്ണീർ മായ്ച്ചു തരീണമേ, കരുണാമൃതം നീ തൂകണമേ. കണ്ണീർ മായ്ച്ചു തരീണമേ, കരുണാമൃതം നീ തൂകണമേ. സ്വർഗ്ഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗ്ഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, സ്വർഗ്ഗാരോപിതയമ്മേ, ചൊരിയൂ ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, സ്വർഗ്ഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. ചൊരിയൂ നൽവരങ്ങൾ. അമ്മേ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു കുടുംബത്തിന്റെ വേദന അങ്ങേയറ്റം തിരിച്ചറിഞ്ഞവളാണ് അമ്മ. ഒരു കുടുംബത്തിന്റെ വേദനയിൽ അമ്മയുടെ ഹൃദയം പിടഞ്ഞു. അമ്മേ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അമ്മ അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നിറഞ്ഞുകൂടുന്ന സങ്കടത്തിന്റെ അംശങ്ങളെല്ലാം അറിയുന്നവളാണ് നീ. അമ്മേ മാതാവേ, ഈ ലോകമെമ്പാടുമുള്ള സകല കുടുംബങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വയ്ക്കുകയും അമ്മയുടെ രാജകീയ അധികാരത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജ്ഞിയായി അമ്മ മാറണമേ. കാനായിലെ കുടുംബത്തെ കനിഞ്ഞനുഗ്രഹിച്ചതുപോലെ അമ്മയും അമ്മയുടെ മകനും കൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ വിരുന്നിൻ ആശ്വാസമേ, പാദാന്തികെ വരുന്നു ആശയുമായി. കാനായിലെ വിരുന്നിൻ ആശ്വാസമേ, പാദാന്തികെ പാദാന്തികെ വരുന്നു ആശയുമായി. കാനായിലെ വിരുന്നിൻ ആശ്വാസമേ, പാദാന്തികെ വരുന്നു ആശയുമായി. കാനായിലെ വിരുന്നിൻ ആശ്വാസമേ, പാദാന്തികെ വരുന്നു ആശയുമായി. ആദിയും വ്യാധിയും ആദിയും വ്യാധിയും ക്രൂശുകളും ആനന്ദമായി നീ തീർക്കണമേ. അമ്മേ, ആദിയും വ്യാധിയും ക്രൂശുകളും
മാതാവേ, അമ്മ സ്വർഗത്തിൽ ഞങ്ങളെ നോക്കണമേ. അമ്മയുടെ കൃപാവരങ്ങൾ അമ്മ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഭാരതത്തെ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭാരത ജനതയുടെ മേൽ അമ്മേ, അമ്മയുടെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഭാരത മക്കളെ എല്ലാവരെയും അമ്മയുടെ മേലങ്കിക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ച് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. രാജ്യസുരക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ കെട്ടുകളിൽ നിന്നെല്ലാം ഞങ്ങളുടെ നാടിനെ കാത്തു പരിപാലിക്കണമേ. അക്രമവും കൊലയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നു പോകട്ടെ. ഞങ്ങളുടെ നാട്ടിൽ സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സമത്വമുണ്ടാകട്ടെ. അനീതിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളെ വിട്ടുപോകുവാൻ രാജകന്യകയെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ അമ്മ അധികാരം ഏറ്റെടുക്കണമേ. അമ്മയുടെ പുത്രന് ഇഷ്ടപ്പെടാത്തതൊന്നും ഞങ്ങളിലോ ഞങ്ങളുടെ ചുറ്റുപാടുകളിലോ സംഭവിക്കാൻ, തിന്മയുടെ ശക്തികൾ ഭരണം നടത്തുവാൻ അമ്മയെ അനുവദിക്കരുതേ. നരകീയ സർപ്പത്തിന്റെ തല തകർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ അഭിഷേകം ലഭിച്ച പരിശുദ്ധ കന്യകയെ അമ്മ ഞങ്ങളുടെ നാടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഒരു തിന്മയും കയറി നശിപ്പിക്കാതെ നന്മയിലും വിശുദ്ധിയിലും വളരുന്ന നല്ലൊരു സമൂഹം രൂപപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ക്രൈസ്തവ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ക്രൈസ്തവ മക്കളെ, മിഷണറിമാരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പുത്രന്റെ വചനത്തിന് സാക്ഷികളായി ജീവിക്കുന്നവരുടെ ശുശ്രൂഷ ജീവിതങ്ങളുടെ മേൽ അമ്മയുടെ ശക്തമായ കരുതലും സ്നേഹവും ഉണ്ടാകുവാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്ന നമുക്ക് ആ അമ്മയുടെ മാധ്യസ്ഥത്തോട് നമ്മയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ നാടിനൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് യാചനാപൂർവം തുറന്നു പിടിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കൃപയും അനുഗ്രഹവും സ്വർഗത്തിൽ നിന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ചോദിച്ചാൽ സ്വർഗത്തിന് ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സുഗതങ്ങൾ പരിഗണിച്ച് അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തോടെ അമ്മയുടെ സഹായം യാചിക്കുകയാണ്. സ്വർഗാരോപിത മാതാവേ, ചൊരിയൂ നൽവരങ്ങൾ. ലോകത്തിന്റെ നാനാദിക്കുകളിലായിരിക്കുന്ന ഞങ്ങളുടെ നാടിനെ, നാട്ടുകാരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് അന്യരാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയും പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയത്ത് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മക്കള് പഠനത്തിന് വേണ്ടി അന്യരാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അനേകർ ജോലിയുമായിട്ട് അന്യനാടുകളിൽ കഴിയുന്നുണ്ട്. അനേകം കുടുംബങ്ങളിൽ
മാതാപിതാക്കൾ തനിച്ചാകുന്നുണ്ട്. അനേകം കുടുംബങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൽ ഇനി എന്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഉചിതമായ തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രത്യേകമായി മക്കളുടെ പഠനം, ഉപരിപഠനത്തിന് വേണ്ട സമ്പത്ത്, ഇതൊക്കെ ഞങ്ങളുടെ ആകുലതയുടെ വിഷയമാണ്. ഒപ്പം രോഗപീഠകൾ ഞങ്ങളെ അലട്ടുന്നുണ്ട്. കുടുംബത്തിൽ ഒരുപാട് ഞെരുക്കങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിയാതെ കഴിയുന്നവരുണ്ട്. ജോലി ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട്. വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോയവർ, ജീവിതത്തിന്റെ താളം തെറ്റുന്ന അനേകര്. അമ്മയുടെ പക്കലല്ലാതെ മറ്റെവിടെ ഞങ്ങൾ എത്തുന്നത്? അമ്മയ്ക്ക് അധികാരമുണ്ടല്ലോ, അമ്മ എല്ലാം അറിയുന്നുണ്ടല്ലോ. അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും, സങ്കടപ്പെടുന്ന സകല മനുഷ്യരെയും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളെയും, ജീവിത സാഹചര്യങ്ങളെയും എല്ലാം അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെക്കുമ്പോ സ്വർഗാരൂപിത മാതാവേ, നൽകൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. പുത്രന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോക ജനതയെ ഒരുക്കുന്ന പരിശുദ്ധ അമ്മേ, ലോക ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും, ഈ ലോകം മുഴുവനെയും രക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഈ കാലയളവിൽ വർദ്ധിച്ചു വരുന്ന പാപ സാഹചര്യങ്ങളെ അമ്മയുടെ പാദാന്തികത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയും ഞങ്ങളുടെ ചുറ്റുപാടും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള സാഹചര്യത്തെക്കാൾ ഉപരിയായി ലോകത്തിന്റെ സുഖങ്ങളും അത് വെച്ചു നീട്ടുന്ന മായകളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പലപ്പോഴും ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത്. സങ്കീർത്തകനെ പോലെ ഞങ്ങളും പറയുക, ദുർഭകനായ മനുഷ്യനാണ് ഞാൻ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുറവുകൾ അറിയുന്ന പരിശുദ്ധ കന്യകയെ, ലോകം മുഴുവന്റെ മേലും അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ലോക ജനതയെ ഒരുക്കുന്ന പരിശുദ്ധ കന്യകയെ, സ്വർഗത്തിലിരുന്നു കൊണ്ട് അമ്മ മക്കളെ മുഴുവൻ നോക്കിക്കാണുമ്പോ അമ്മയുടെ രാജകീയ അധികാരത്തിന് കീഴിൽ വരുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മ കാത്തു പരിപാലിക്കണമേ. ദുഷ്ടസർപ്പത്തിന്റെ തല തകർത്തവളെ, തിന്മയുടെ അന്ധകാരത്തിൽപ്പെട്ട് നശിച്ചു പോകാൻ ഈ ലോക ജനതയെ അനുവദിക്കരുതേ. സ്വർഗാരോപിത മാതാവേ, നൽകൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗാരോപിതയമ്മേ, നൽകൂ ചൊരിയൂ നൽവരങ്ങൾ. പരിശുദ്ധ മാതാവേ, സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. പരിശുദ്ധ സഭയെ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകയെ, ലോകമാകുന്ന കടലിൽ തിരകൾക്കെതിരെ മല്ലടിച്ചുകൊണ്ട് മുന്നോട്ട് പായുന്ന നൗകയാണ് പരിശുദ്ധ സഭ. അമ്മേ മാതാവേ, ലോകമാകുന്ന കടലിൽ മുങ്ങിപ്പോകാതെ തിരകളെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് ചലിക്കുവാനുള്ള വിശ്വാസ ശക്തി നൽകി സഭയാകുന്ന നൗകയെ അമ്മ നയിക്കണമേ. അമ്മ സമുദ്രതാരമാണ്, അമ്മയാണ് ഞങ്ങളുടെ പ്രത്യാശ. അമ്മയെ കണ്ടുകൊണ്ട് ഞങ്ങളും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ ലോകത്തിന്റെ ഞെരുക്കങ്ങളിലൊന്നും നശിച്ചു പോകാതെ, ഈ ലോകത്തിൽ വെച്ചു നീട്ടുന്ന കൈപ്പേറിയ അനുഭവങ്ങളെയും ഞെരുക്കങ്ങളെയും പീഡനങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് ആത്മീയ ജീവിതത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിന്റെ കത്തുന്ന ദീപങ്ങളുമായി സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ മുന്നേറാൻ സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി
അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗാരോപിത മാതാവേ, നൽകൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിത മാതാവേ, സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. കടലേ രാജകന്യകയെ, കടലേ രാജകന്യകയേ, കദനത്തോണിയിൽ അലഞ്ഞിടുന്നോർ ഞങ്ങൾ. കനിവിൻ കടലേ രാജകന്യകയേ, കദനത്തോണിയിൽ അലഞ്ഞിടുന്നോർ ഞങ്ങൾ. കണ്ണീർ മായ്ച്ചു തരേണമേ, കരുണാമൃതം നീ തൂകണമേ. കണ്ണീർ മായ്ച്ചു തരേണമേ, കരുണാമൃതം നീ തൂകണമേ. സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. സ്വർഗാരോപിതയമ്മേ, സ്വർഗാരോപിതയമ്മേ, ചൊരിയൂ നൽവരങ്ങൾ. അമ്മേ മാതാവേ, സ്വർഗാരോപിതയമ്മേ, അമ്മയുടെ മക്കളുടെ മേൽ ചൊരിയൂ നൽവരങ്ങൾ. കൃപാവരങ്ങൾ വർഷിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ശക്തമായി നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. സകല തിന്മയുടെ ശക്തികളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളെ വീണ്ടെടുക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചകളുടെ സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ശക്തിയായിട്ട് മാറട്ടെ. അവൾ അനുഗ്രഹമുള്ളവളാണ്, അവൾ അഭിഷേകമുള്ളവളാണ്, അവൾ അധികാരമുള്ളവളാണ്, അവൾ രാജകന്യകയാണ്. അവൾ അനുഗ്രഹമുള്ളവളാണ്, അവൾ അഭിഷേകമുള്ളവളാണ്, അവൾ അധികാരമുള്ളവളാണ്, അവൾ രാജകന്യകയാണ്.